ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. വിഷ്ണു ഇങ്ങനെ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുവാണ്. വിഷ്ണുവിൻ്റെ പുറകെ തന്നെ സുസ്മിതയെ വെച്ച് പിടിച്ച് പോയിക്കൊണ്ടിരിക്കുവാണ്. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ വിഷ്ണു ഒരിടത്ത് പെട്ടെന്ന് വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ട് അവിടെ നിന്ന് ശാലിനിക്ക് ഫോൺ ചെയ്യുവാണ്. ശാലിനി, സത്യമോളിപ്പോൾ എങ്ങനെയുണ്ട്? സത്യമോളോട് വിഷമിക്കണ്ടെന്ന് പറ, അവളെ ആശ്വസിപ്പിക്കാനായിട്ട് ഞാനിപ്പോൾ അങ്ങോട്ട് വരുന്നുണ്ട്. അയ്യോ വിഷ്ണുവേട്ടാ, ഇപ്പോൾ ഇങ്ങോട്ട് വരണമെന്നില്ല, അവൾക്കിപ്പോൾ നല്ല കുറവുണ്ട്. അവൾ കൊച്ചുകുട്ടിയല്ലേ, മനസ്സിലെന്തെങ്കിലും വിഷമം തട്ടിയാലേ അത് മായാതെ അങ്ങനെ കിടക്കും. അതുകൊണ്ട് ഞാനങ്ങോട്ട് വരുന്നുണ്ട്. വിഷ്ണുവേട്ടൻ എന്തൊക്കെയായി പറയുന്നേ? ശ്യാമ പറഞ്ഞ വിവരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. പെട്ടെന്ന് ശാലിനി അങ്ങ് ഞെട്ടിപ്പോയി. ദൈവമേ, ശ്യാമ സത്യങ്ങളൊക്കെ വിഷ്ണുവേട്ടനോട് പറഞ്ഞോ? ശാലിനി ഇങ്ങനെ അമ്പരന്ന് നിൽക്കുവാണ്. വിഷ്ണു ഇനി അടുത്തതായിട്ട് എന്താണ് പറയാൻ പോകുന്നത്? അയ്യോ ശ്യാമ, എന്താ വിഷ്ണുവേട്ടാ പറഞ്ഞത്? അച്ഛനെ കാണണമെന്നും പറഞ്ഞ് സത്യമോൾ വാശി പിടിച്ച് കരയുന്നെന്ന്. ശാലിനി വിചാരിച്ച് ശ്യാമയുള്ള സത്യങ്ങളൊക്കെ അങ്ങ് തുറന്നു പറഞ്ഞു കാണുമെന്നാണ്. വിഷ്ണു ശാലിനിയോട് വീണ്ടും പറയുവാണ്, ഞാനവിടെ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യാൻ പോകുന്നതെന്നറിയാവോ? സത്യയുടെ അച്ഛൻ ഞാനാണെന്ന് അവളോട് പറയാൻ പോവുക. അയ്യോ വിഷ്ണുവേട്ടൻ എന്തായി പറയുന്നത്? ഞാനിത് പറയുന്നതേ തന്നോട് എനിക്കുള്ള വിശ്വാസത്തിന്റെ പുറത്താ. സ്വപ്നത്തിൽ പോലും താൻ എന്നെ ചതിക്കില്ലെന്നുള്ള വിശ്വാസത്തിന്റെ പുറത്താ. വിഷ്ണുവേട്ട, സത്യമോൾ ഒരുപാട് നിർബന്ധമൊക്കെ പിടിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ അതൊക്കെ മാറി. അവളിപ്പോൾ സന്തോഷത്തോടെ ഇരിക്കുവാണ്. അവളെ ഞാൻ കാര്യങ്ങളൊക്കെ സമാധാനത്തിൽ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. വിഷ്ണുവേട്ടൻ ഇപ്പോൾ ധൃതി പിടിച്ച് ഇങ്ങോട്ട് ഓടി വരണ്ടാന്നേ ഞാൻ പറയുന്നുള്ളൂ. എനിക്കറിയാവടോ, ഞാൻ അങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടിയാണ് താൻ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് എനിക്കറിയാം. സത്യമോള് പൂർണ്ണമായും സുഖപ്പെട്ടോ ഇല്ലയോ എന്ന് എനിക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കണം. ഞാനാണ് സത്യമോളുടെ അച്ഛനെന്ന് അവളുടെ മുഖത്ത് നോക്കി പറയുമ്പോൾ അവളുടെ മുഖത്തെ കണ്ണുകളുടെ തിളക്കം എനിക്ക് കാണണം. വിഷ്ണു ഇങ്ങനെ ശാലിനിയോട് പറയുമ്പോൾ ശാലിനി അങ്ങ് സങ്കടപ്പെട്ട് കണ്ണിക്കൂടെ കണ്ണുനീരൊക്കെ അങ്ങോട്ട് ഒഴുകുവാണ്. ശാലിനി, ഇനി താൻ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അവിടെ വന്ന് സത്യമോളെ കണ്ടിട്ടേ പോരൂ. ഇനി അതിനൊരു മാറ്റമില്ല എന്നും പറഞ്ഞ് വിഷ്ണു ഫോൺ കട്ട് ചെയ്തിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പുറപ്പെടുവാണ്. വിഷ്ണു അങ്ങനെ ഫോൺ ചെയ്തിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോകുന്നത് കണ്ടിട്ട് സുസ്മിത പറയാ, ഇവൻ എന്തോ കാര്യമായി ഏനക്കേട് പറ്റിയിട്ടുണ്ടല്ലോ, അതെന്താണെന്ന് ഇനി അറിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. ഈ ചോര കുടിക്കുന്ന അട്ടയുടെ മുന്നിലോട്ടെ കാല് നീട്ടി വെച്ചിട്ട് എന്നാ ചോര കുടിച്ചോ എന്ന് പറയുമ്പോൾ കുടിക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ. ഡ്രൈവറോട് പറയുന്നുണ്ട്, വണ്ടി നീ അവന്റെ പിന്നാലെ തന്നെ പോട്ടെ, അവന്റെ മൂലവും പൂരാടവും ഒക്കെ ഇന്ന് അറിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. വിഷ്ണു അങ്ങനെ ശാലിനിയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. വിഷ്ണു വരുന്നത് കണ്ട് ശാലിനി ഓടി വരികയാണ്. വിഷ്ണുവിൻ്റെ ആ നോട്ടത്തിന് മുന്നിൽ ശാലിനിക്ക് പിടിച്ചു നിൽക്കാനേ ആകുന്നില്ല. ശാലിനി വിഷ്ണുവിനോട് പറയുന്നുണ്ട്, വിഷ്ണുവേട്ടാ, ഞാൻ പറഞ്ഞതല്ലേ സത്യമോക്ക് ഇപ്പോൾ കുഴപ്പമൊന്നും ഇല്ലെന്ന്. വിഷ്ണുവേട്ടൻ ഇത്ര ധൃതി പിടിച്ച് വരേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു. പപ്പി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞ് സത്യയ്ക്ക് എങ്ങനെ അസുഖം ഉണ്ടായതെന്നും ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ട് ഞാനൊരു തീരുമാനത്തിലെത്തി. ശാരദാമ്മ ജനലിൻ്റെ അടുത്തു നിന്ന് നോക്കുന്നുണ്ട് അവരെന്താ പറയുന്നതെന്ന്. ഞാനാണ് സത്യയുടെ അച്ഛനെന്ന് ഞാൻ സത്യയോട് പറയാൻ പോവുക. വിഷ്ണുവേട്ടൻ എന്തുവാ പറയുന്നത്? പക്ഷെ ഇതൊന്നും സത്യാമ്മ വിശ്വസിക്കില്ല. എന്നാൽ എനിക്ക് വിശ്വാസമാണ്, എനിക്ക് തന്നെ വിശ്വാസമാണ്. ആ ഒരു ഉറപ്പിന്റെ പുറത്താണ് ഞാനിപ്പോൾ സത്യയുടെ അച്ഛനാണ് ഞാനെന്ന് അവളോട് പറയാൻ പോകുന്നത്. സത്യ എവിടെ? സത്യമോളെ വിളിക്ക്. വിഷ്ണുവേട്ടാ, സത്യാമ്മ വിശ്വസിക്കില്ല. അതൊന്നും എന്നെ ബാധിക്കുന്നതല്ല. എനിക്കിപ്പോ സത്യമാണ് മുഖ്യം. ഇതിന്റെ പേരിൽ ഇനി സത്യ സങ്കടപ്പെടരുത്, അത്രേ ഉള്ളൂ. സത്യ എവിടെ? ശാരദാമ്മ അങ്ങോട്ട് വരികയാണ്. ശാരദാമ്മേ, സത്യമോൾ എവിടെ? ശാരദാമ്മ ഉടനെ വിഷ്ണുവിനോട് പറയുക, മോനെ, ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട്, ഇതൊന്നും സത്യാമ്മ അംഗീകരിച്ച് തരാത്തിടത്തോളം കാലം നിങ്ങൾക്ക് ഒരുമിച്ചൊരു ജീവിതം ഇല്ല മോനെ. അപ്പോൾ പിന്നെ സത്യക്ക് ഇങ്ങനൊരു മോഹം കൊടുക്കണോ? ഇപ്പോഴാണെങ്കിൽ അവൾക്ക് അച്ഛനില്ലെന്നുള്ള ഒരു ദുഃഖം മാത്രമേ ഉള്ളൂ. അച്ഛനുണ്ടെന്നറിഞ്ഞിട്ട് ഒന്നിച്ച് കഴിയാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായാലോ, അത് ആ കുഞ്ഞിന് താങ്ങാൻ പറ്റില്ല മോനെ. അപ്പോഴും ഈ പ്രശ്നങ്ങൾ തന്നെയൊക്കെ ഉണ്ടാവില്ലേ? അവരങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ സുസ്മിതയുടെ കാർ അവിടെ വന്ന് നിന്ന്. സുസ്മിത അവിടെ നിന്ന് ഇറങ്ങിയിട്ട്, ഇതിനകത്ത് എന്തോ പന്തികേടുണ്ടല്ലോ, എന്തോ കാര്യമായ വിഷയമുണ്ട്, അല്ലെങ്കിൽ ഇത്ര വേഗത്തിൽ ഓടിച്ചാടി അവൻ ഇങ്ങോട്ട് വരില്ലല്ലോ, എന്താണെന്ന് അറിഞ്ഞിട്ടേ ഇനി ഉള്ളു കാര്യം എന്നും പറഞ്ഞ സുസ്മിത അവിടെ വന്ന് ജനലിൻ്റെ അടുത്ത് ഒളിച്ചു നിൽക്കുവാണ്. വിഷ്ണു ശാരദാമ്മയോട് പറയുക, ശാരദാമ്മേ, എനിക്കിനി ഒന്നും ആലോചിക്കാനില്ല. സത്യ എൻ്റെ മകളാണെന്ന് ഞാൻ വിശ്വസിക്കുക. ആ ഒരു ഉറപ്പിന്റെ പുറത്താ ഇനി എൻ്റെ ജീവിതം. സുസ്മിത ജനലിൻ്റെ അടുത്തുകൊണ്ട് ഇതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുവാണ്. അവൾ അവിടെ നിന്നുകൊണ്ട് മനസ്സിൽ പറയാ, എടാ, ഇതൊന്നും വിശ്വസിക്കാനും ഒന്നും ഇല്ലടാ പൊട്ടൻ ചങ്കര, അത് നിന്റെ മോള് തന്നെ ആടാ. സത്യം മാത്രമല്ല, പപ്പിയും നിന്റെ മോള് തന്നെയാ. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയല്ലേ ഞാനിങ്ങനെ നിങ്ങളുടെ പുറകിനൊക്കെ ഇങ്ങനെ ഓടി നടക്കുന്നത്. ഇത്രയും പുണ്യപ്രവൃത്തി ചെയ്യാൻ നടക്കുന്ന എന്നെ നിങ്ങൾക്കാർക്കും ഒട്ടും വിശ്വാസവും ഇല്ല. ശാരദാമ്മയെ സത്യ വിളിക്ക്, എനിക്ക് അവളെ കാണണം. വിഷ്ണു സത്യയെ വിളിക്കുവാണ്. മോളെ സത്യയെ എന്ന് വിളിക്കുമ്പോൾ സത്യമോൾ ഇങ്ങോട്ട് ഓടി വരികയാണ്.
ഹായ് ബിഗ് ഫ്രണ്ട് എന്നും പറഞ്ഞ് സത്യമോൾ ഓടി വന്ന് വിഷ്ണുവിനെ അങ്ങ് കെട്ടിപ്പിടിക്കുവാണ്. ഇതൊക്കെ കാണുമ്പോൾ ശാരദാമ്മയ്ക്കും ശാലിനിക്കും അങ്ങ് സങ്കടവും സന്തോഷവും വരുന്നുണ്ട്. സത്യമോൾ വിഷ്ണുവിനോട് ചോദിക്കുന്നു, ഇത് എപ്പോൾ വന്നു എന്ന് ചോദിക്കുമ്പോൾ വിഷ്ണു സത്യമോടെ 2 കൈയും പിടിച്ച ഉമ്മ കൊടുക്കുവാണ്. സത്യമോക്ക് സുഖമില്ലാതിരിക്കുവാണെന്ന് പപ്പി പറഞ്ഞ് അത് കേട്ട ഉടനെ തന്നെ ഞാൻ ഇങ്ങോട്ട് പോന്നു. സത്യമോൾക്ക് എന്തെങ്കിലും പറ്റിയെന്നറിഞ്ഞാൽ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റുമോ? ബിഗ് ഫ്രണ്ട് അന്ന് പറഞ്ഞില്ലേ അമ്പലത്തിൽ വിളക്ക് കത്തിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചോളാൻ, ഞാൻ അതുപോലെ ചെയ്തു. ഇപ്പോൾ ശിവഭഗവാൻ പറഞ്ഞത് എൻ്റെ അച്ഛൻ വരുമെന്നാ. ഞാനാണെങ്കിൽ ഇവിടെ വെൾക്കോന്നൊക്കെ എഴുതി അച്ഛനെ കാത്തിരുന്നു. പക്ഷെ അച്ഛൻ വന്നില്ല. അതിനെന്തിനാ സത്യമോൾ ഭക്ഷണം കഴിക്കാതിരുന്നത്? അത് അച്ഛൻ വരാത്തത് കൊണ്ട്. സത്യമോൾക്കത് വലിയ വിഷമമായി. അതാ ഞാൻ ഒന്നും കഴിക്കാതിരുന്നത്. എല്ലാ കുട്ടികളും എന്നെ കളിയാക്കുക. അന്ന് ഫാദേഴ്സ് ഡേക്ക് ബിഗ് ഫ്രണ്ട് വന്നതല്ലേ, അന്ന് അവര് പറയുവാ എൻ്റെ അച്ഛനൊന്നും അല്ല, ഏതോ ഒരു ഓട്ടക്കാരനെ ഞാൻ വാടകയ്ക്ക് വിളിച്ചോണ്ട് വന്നതാന്നും പറഞ്ഞ് അവനെ കളിയാക്കി. എന്നെ കളിയാക്കിയവരുടെ മുന്നിലൊക്കെ എനിക്ക് എൻ്റെ അച്ഛനെ കാണിക്കണം. അതിനെന്താ മോളെ, നമുക്ക് കാണിക്കാം. ഇനി അച്ഛനില്ലാത്ത വിഷമം സത്യമോൾക്കുണ്ടാവില്ല. അതിനുവേണ്ടിയാ ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. എനിക്കിപ്പോൾ വലിയ വിഷമമൊന്നും ഇല്ല ബിഗ് ഫ്രണ്ട്. എൻ്റെ അച്ഛൻ എന്നെ ഫോൺ വിളിച്ചിരുന്നു. വിഷ്ണുവിൻ്റെ നെഞ്ചത്തൊരു വെടി പൊട്ടിയ പോലെ ഒരു ഇരിപ്പായിപ്പോയി. ശാലിനിയും ശാരദാമ്മയും ഞെട്ടി, അയ്യോ ഈ കുഞ്ഞെന്താ പറയുന്നതെന്നറിയാതെ അവരും ഇങ്ങനെ അമ്പരന്ന് നിൽക്കുവാണ്. ഇതെല്ലാം പോരാഞ്ഞിട്ട് ജനലിൻ്റെ അടുത്ത് മറഞ്ഞു നിൽക്കുന്ന സുസ്മിത പോലും ഞെട്ടിപ്പോയി. അച്ഛനെന്നെ ഉടനെ കാണാൻ വരുമെന്നും പറഞ്ഞ്. വിഷ്ണു ഒരിക്കലും പ്രതീക്ഷിച്ചില്ല സത്യമോൾ ഇങ്ങനെ പറയുമെന്നും സത്യമോൾക്കൊരച്ഛനുണ്ടെന്നും ഒക്കെ. വിഷ്ണു ആകെ തകർന്നുപോയി. എന്നിട്ട് സത്യമോളോട് ചോദിക്കുവാണ്, മോൾ എന്തുവാ ഇപ്പം പറഞ്ഞേ? അച്ഛൻ വിളിച്ചെന്നോ? അതേന്നേ, ഒരുപാട് കാര്യങ്ങൾ എന്നോട് ചോദിച്ചു. ജോലി തിരക്കായതുകൊണ്ടാ ഇത്രയും നാളും വരാതിരുന്നേന്നും പറഞ്ഞു. ഇതൊക്കെ കേട്ട് വിഷ്ണുവിൻ്റെ കണ്ണങ്ങ് തെള്ളി. വിഷ്ണു ഇങ്ങനെ എന്തു പറയണമെന്നറിയാതെ വിഷ്ണു ഇങ്ങനെ വിഷമിച്ച് നിൽക്കുവാണ്. സുസ്മിത അവിടെ നിന്നുകൊണ്ട് പറയുക, ഇതിനിടയ്ക്ക് അങ്ങനെ ഒരാളുണ്ടോ? എടി മിണ്ടാപ്പൂച്ചേ, ഇത് ഏതാടി അങ്ങനെ ഒരു അവതാരം? ഇനി ഇവരെ എല്ലാം ഞാൻ കണ്ടുപിടിക്കണല്ലോ. ദൈവമേ, എനിക്കൊരു സ്വസ്ഥ ഇവരെല്ലാരും കൂടെ ചേർന്ന് തരത്തില്ലല്ലോ. ഇനി അത് ഏതവനാണെന്നറിയാനായിട്ട് ഞാനിനി അവന്റെ പിന്നാലെയും പോണമല്ലോ. വിഷ്ണു ആ ഇരുന്നിടത്ത് സങ്കടത്തോടെ ഇങ്ങനെ എഴുന്നേൽക്കുവാണ്. എഴുന്നേറ്റിട്ട് ശാലിനിയുടെ കണ്ണിലോട്ട് തന്നെ ഇങ്ങനെ നോക്കുവാണ്. അമ്മേ, അച്ഛൻ ഉടനെ തന്നെ വരും എന്ന് സത്യമോള് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുക. പെട്ടെന്ന് ശാരദാമ്മ കുഞ്ഞിന്റെ കയ്യെല്ലാം അങ്ങ് പിടിക്കുവാണ്. എന്തൊക്കെയാ മോളെ നീ പറയുന്നത്? മോനെ പറ്റിക്കാൻ വേണ്ടി വെറുതെ ഇവൾ ഓരോന്ന് ഇല്ലാത്തതൊന്നും പറയല്ലേ മോളെ. ഏയ്, ഇല്ലാത്തതൊന്നും അല്ല ശാരദാമ്മേ. അച്ഛൻ എന്നോട് പറഞ്ഞതാ നേരിട്ട് വരാമെന്ന്. എൻ്റെ അച്ഛൻ വരുമ്പോഴേ ഞാൻ ബിഗ് ഫ്രണ്ടിനെ വിളിക്കാം. അപ്പോൾ കാണാൻ വരണം കേട്ടോ. ആകെ തകർന്ന് പരവേശപ്പെട്ട് നിൽക്കുന്ന വിഷ്ണുവിനോടാണ് സത്യമോള് പറയുന്നത്, അച്ഛൻ വരുമ്പം കാണാൻ പറഞ്ഞേന്ന്. വിഷ്ണുവേട്ട, അത് എടോ താൻ ഇനിയെങ്കിലും സത്യം പറ. സത്യയെ ഫോൺ വിളിച്ചതാരാ പറയടോ? അങ്ങനെ സത്യയ്ക്കൊരു അച്ഛനുണ്ടോ എന്നും പറഞ്ഞ് വിഷ്ണു ശാലിനിയുടെ കൈക്ക് പിടിച്ചിങ്ങോട്ട് വലിക്കുവാണ്. എനിക്കറിയില്ല വിഷ്ണുവേട്ട, അവള് വെറുതെ ഓരോന്നും. ഇനി ആരെങ്കിലും ഫോൺ വിളിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് ആരാണെന്ന് എനിക്കറിയില്ല. മതി, ഇനി ഒന്നും പറയണ്ട. എല്ലാം എൻ്റെ മാത്രം തെറ്റാ. അമ്മയെ ധിക്കരിച്ച് ഒന്നും പ്രവർത്തിക്കാത്തതാണ് എൻ്റെ കുറ്റം. അത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ ഇങ്ങനെയൊന്നും ഇനി സഹിച്ച് മുന്നോട്ട് പോകാൻ എനിക്കാവില്ല. ഞാനൊരു തീരുമാനത്തിലെത്തുക. താൻ ഇനി എൻ്റെ ഒപ്പം നിൽക്കണം. വിഷ്ണുവേട്ടൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? പഴയതുപോലൊരു വീട് വാടകയ്ക്കെടുത്ത് നമുക്ക് മാത്രമായിട്ടുള്ള ഒരു ലോകം, ഞാനും താനും നമ്മുടെ സത്യമോളും മാത്രമുള്ള ഒരു ജീവിതം. ഇടോ, നമുക്ക് മറ്റുള്ളവരെ പോലെ ജീവിക്കണ്ടേ? ഒരുപാട് ആലോചിച്ചതിന് ശേഷം എടുത്ത തീരുമാനമാണ്. ഇനി അതിനൊരു മാറ്റവും ഇല്ല. ഉടനെ തന്നെ വിഷ്ണു ഫോൺ എടുത്ത് കമലനെ വിളിക്കുവാണ്. കമലനെ വിളിച്ചിട്ട് പറയും, എടാ വീടിന്റെ കാര്യം എന്തായി? ഓക്കെ ആശാനെ, നാളെ തന്നെ വാടക ചീട്ട് എഴുതണം, അഡ്വാൻസ് പൈസയും കൊടുക്കണം. ശരി ആശാനെ, അപ്പോൾ നാളെ തന്നെ നമ്മൾ മാറുവാണ് എന്ന് വിഷ്ണു ഇങ്ങനെ ശാലിനിയോട് പറയുന്നത് സുസ്മിത കേട്ടോണ്ട് നിൽക്കുക. ശാലിനി, ഇനിയും നമ്മളിങ്ങനെ അകന്നു നിന്നാൽ നമ്മുടെ ജീവിതം നമ്മളിൽ നിന്ന് തന്നെ അകന്നു പോകും. പിന്നെ അതൊരിക്കലും തിരിച്ചെടുക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ട് താൻ നാളെ തയ്യാറായി നിൽക്കണം. ഞാൻ വരും, ഇക്കാര്യത്തിൽ ഇനി യാതൊരു മാറ്റവും ഇല്ല എന്നിങ്ങനെ വിഷ്ണു ശാലിനിയോട് പറയുമ്പം സുസ്മിത അവിടെ നിന്നുകൊണ്ട് പറയുക, നാളെ നീ ഒരു വാടക ചീട്ട് എഴുതാൻ പോകുന്നതുമില്ല, നാളെ നീ താമസിക്കാനും പോകുന്നില്ല. അങ്ങനൊക്കെ പോകുന്നതേ ശാലിനിക്ക് വേണമെങ്കിൽ സ്വപ്നം കാണാം.
പക്ഷേ അവളുടെ ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ഈ സുസ്മിത സമ്മതിക്കില്ല എന്നും പറഞ്ഞ സുസ്മിത അവിടെ നിന്ന് പോവുകയാണ്. വിഷ്ണു അവിടെ നിൽക്കുന്ന ശാരദാമ്മ നോക്കി പറയുന്നു, ശാരദാമ്മ കേട്ടല്ലോ ഞാൻ പറഞ്ഞതൊക്കെ, നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഇതിന് യാതൊരു തടസ്സവും ഉണ്ടാവരുത്, ശാലിനി തയ്യാറായിട്ട് നിൽക്കണം എന്നും പറഞ്ഞ് വിഷ്ണു അങ്ങ് പോവുകയാണ്. ശാരദാമ്മ ശാലിനിയോട് പറയുന്നു, മോളെ വിഷ്ണു പറഞ്ഞതുപോലെ ഇതൊരു അവസരമാണ്, നാളെ വിഷ്ണു വരുമ്പോൾ നീ തയ്യാറായി തന്നെ നിൽക്കണം, ഒന്നിച്ചൊരു വീട്ടിൽ ഒരു കുടുംബമായിട്ട് കഴിയണം. സത്യമോളും അത് ആഗ്രഹിക്കുന്നുണ്ട്, അവൾക്ക് വേണ്ടി അവളുടെ സന്തോഷത്തിന് വേണ്ടി നീ ഇത് സമ്മതിക്കണം. പപ്പിമോളാണെങ്കിൽ സ്കൂളിൽ നിന്ന് വന്ന് ഹോംവർക്കൊക്കെ അങ്ങോട്ട് എഴുതുവാണ്. ശ്യാമ ചോദിക്കും, ഇന്ന് എന്ത് പറ്റി ഇത്ര എളുപ്പം ഹോംവർക്ക് അങ്ങ് എഴുതുന്നത്, ഒരുപാട് എഴുതാനുണ്ടോ? ഇല്ല, എന്തൊക്കെയാണെന്ന് ഞാനത് നോക്കുവാണെന്ന് കേട്ടുണ്ട്. സത്യഭാമയും വന്നിട്ട് ചോദിക്കുന്നു, ചല്ല ഇന്ന് നേരത്തെ തുടങ്ങിയല്ലോ ഹോംവർക്കൊക്കെ. അത് സത്യാമ്മ ഇപ്പോഴേ അല്ല എഴുതി തീർക്കെങ്കിലല്ല കളിക്കാനൊക്കെ പറ്റത്തുള്ളൂ. സത്യഭാമ പറയോ, ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് പഠിത്തം മാത്രമേ ഉള്ളായിരുന്നു, അതിനെ അന്ന് സത്യാമ്മയുടെ സമയത്തൊന്നും മൊബൈൽ ഫോൺ ഇല്ലല്ലോ. സത്യഭാമ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ സത്യഭാമയുടെ ഫോണിലോട്ടൊരു കോൾ വരികയാണ്. സത്യാമ്മ ചോദിക്കുന്നുണ്ട്, ഇതാരുടെ നമ്പരാ, പരിചയമില്ലാത്ത നമ്പരാണല്ലോ എന്നും പറഞ്ഞ് സത്യഭാമ എടുക്കുമ്പോൾ ആരാണെന്ന് ചോദിക്കും, ഒരു അഭ്യുതകാംക്ഷിയാണെന്ന് പറയുന്നു. അങ്ങനെ ഒരു പേരുണ്ടോ കൊച്ചേ? നേരെ ചൊവ്വയുള്ള പേരെന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ. അല്ല സത്യഭാമ, ഈ പേരിലൊക്കെ എന്തിരിക്കുന്ന കാര്യം? പേരിലല്ലല്ലോ കാര്യം ഇരിക്കുന്നത്, അല്ലെങ്കിൽ തന്നെ പേരിൽ എന്തിരിക്കുന്ന കാര്യം അറിയിക്കുന്ന കാര്യത്തിലല്ലേ ഉള്ളു. സത്യഭാമ ഉടനെ പറയുക, എനിക്കിങ്ങനെ വളച്ചു കെട്ടി പറയുന്നതൊന്നും എനിക്കിഷ്ടമല്ല, അങ്ങനെ പറയുന്നവരെ എനിക്ക് തീരെയും ഇഷ്ടമല്ല. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് മുഖത്ത് നോക്കി പറയണം, അതിപ്പം ഫോണിൽ കൂടെ മുഖത്ത് നോക്കി പറയാൻ പറ്റില്ലല്ലോ. വേണ്ട, അല്ലാതെ കാര്യങ്ങൾ നേരിട്ട് പറയാമല്ലോ, എന്താ നിനക്ക് പറയാനുള്ളത് എന്നിങ്ങനെ സത്യഭാമ ചോദിക്കുമ്പോൾ ശ്യാമ അവിടെ നിന്നുകൊണ്ട് കേൾക്കുവാണ്. ദൈവമേ, കുഞ്ഞേച്ചി പറഞ്ഞ ആളാണോ ഇത്? അവരിനി എന്നെക്കുറിച്ചാണോ പറയുന്നത്? പപ്പിമോൾ എൻ്റെ മകളല്ലെന്നാണോ പറയാൻ പോകുന്നത്? ഫോൺ എങ്ങനെയെങ്കിലും കട്ടാക്കണമല്ലോ, എന്താണ് അതിൻ്റെ ഒരു മാർഗമെന്ന് ഇങ്ങനെ ശ്യാമ ആലോചിക്കുവാണ്. ശ്യാമ എന്താണ് സത്യഭാമയുടെ ഫോൺ കോൾ കട്ട് ചെയ്യാൻ പോകുന്നതെന്ന് അറിയില്ല. അപ്പോൾ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയുമായി നാളെ കാണാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.